നമ്മൾക്ക് ഈ വീഡിയോ പാർട്ടിൽ പ്രധാനമായിട്ടും എങ്ങനെയാണ് കോർ സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമ്മുടെ സാധാരണ ഇതിൽ നമ്മൾ വിൻഡോസ് OS സെർവർ OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഗ്രാഫിക്കലി കണ്ടുകൊണ്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഒത്തിരി സ്പേസ് പോകും. അത് മാത്രമല്ല ഇതിന് കുറച്ച് സെക്യൂരിറ്റി പ്രോബ്ലംസും ഉണ്ട്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഇൻ്റർഫേസുകളൊക്കെ, അതായത് ഗ്രാഫിക്കൽ ഇൻ്റർഫേസുകളൊക്കെ വരുമ്പോൾ അവിടെ ബഗ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമുക്ക് സെറ്റപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് കോറാണ് വേണ്ടത്. അപ്പോൾ ആ കോർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ VMwareൽ നമുക്കൊരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്കിവിടെ ഫയലിൽ ക്ലിക്ക് ചെയ്യാം, ന്യൂ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ടിപ്പിക്കലാണ് എടുക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുന്നു. ഐ വിൽ ഇൻസ്റ്റാൾ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേറ്റർ എന്നുള്ളത് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഏതാണ് ഇടാൻ പോകുന്നത് വെച്ചാൽ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് നമ്മളുടെ ഈ VMwareൽ നമ്മൾ ഇടാൻ പോകുന്നത് ഗസ്റ്റ് OS ആണ്. ഇത് ഗസ്റ്റ് OS എന്ന് പറയും. അതായത് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഇപ്പോൾ ഈ മെഷീനിൽ ഞാൻ പ്രൈമറി ആയിട്ട് ഇട്ടിരിക്കുന്ന OS എന്ന് പറയുന്നത് എന്താണ്, വിൻഡോസ് 10 ആണ്. ആ വിൻഡോസ് 10-നകത്ത് VMware എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ഇട്ടിട്ടാണ് ഇപ്പോൾ പുതുതായിട്ട് VMwareനകത്താണ് മെഷീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഗസ്റ്റ് OS എന്നാണ് വിളിക്കാൻ പോകുന്നത്. നമ്മുടെ റിയൽ ആയിട്ട് കിടക്കുന്ന ആ മെഷീനിൽ കിടക്കുന്ന OS-നെ നമ്മൾ ഹോസ്റ്റ് OS എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നമുക്ക് വേണ്ട OS സെലക്ട് ചെയ്യുക. നമുക്കിവിടെ 2019 സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇത് എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ വെർച്വൽ മെഷീന് ഒരു പേര് കൊടുക്കണം. അതായത് നമ്മളിപ്പം മെഷീനെ ഇവിടെ ഇതുപോലെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വേണ്ടിയിട്ടാണ് പേര് കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ റിയൽ മെഷീൻ വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് നമുക്കൊരു ലേബൽ ഒട്ടിക്കത്തില്ലേ, പേര് നമ്പർ എത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതിനായിട്ടുള്ള ഒരു പേര് മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. മെഷീൻ്റെ പേരല്ല, വെർച്വൽ മെഷീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള പേര്. ഇവിടെ ഞാൻ 01 കോർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇത് എങ്ങോട്ടാണ് സേവ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് മാറ്റിക്കൊടുത്ത് C ഡ്രൈവിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് കൊടുക്കുന്നു. സ്പ്ലിറ്റ് വെർച്വൽ ഡിസ്ക് ഇൻറ്റു മൾട്ടിപ്പിൾ ഫയൽസ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. കാരണം ഈ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഫയൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഈ 60 GB-യോളം, അതായത് നമ്മുടെ റിയൽ മെഷീൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്ന് 60 GB ഒറ്റയടിക്ക് എടുക്കും. ഇതാകുമ്പോൾ കുറേശ്ശെ അതായത് അതിൻ്റെ കണ്ടൻറ്റ് നിറയുന്നതിനനുസരിച്ച് മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. കസ്റ്റമൈസ് ഹാർഡ്വെയറെ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് വേണ്ട ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുന്നു. ഞാൻ മെമ്മറി 2 GB കൊടുക്കുന്നുള്ളൂ. പ്രോസസ്സർ അത് ഡിഫോൾട്ടായിട്ടുള്ളത് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നെറ്റ്വർക്ക് അഡാപ്റ്റർ NAT എന്നുള്ളത് മാറ്റി ഞാനിപ്പോൾ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് അതുകൂടാതെ തന്നെ ഇനി എവിടെയാണ് ഇത് കിടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണം, നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് നമ്മൾക്ക് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ എടുത്തു. ആ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് DVD ഇടണം അല്ലേ, DVD അല്ലെ USB ബൂട്ടബിൾ USB ഡ്രൈവ് ഒക്കെ ഇടണം. എന്തിനാണ്, ബൂട്ട് ചെയ്യുന്നതിനായിട്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വെർച്വൽ മെഷീനകത്ത് നമ്മൾ എവിടെയാണ് നമ്മുടെ DVD ഒക്കെ കിടക്കുന്നത്, അല്ലെ ആ ഇമേജ് കിടക്കുന്നുള്ള കാര്യം നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അതിനായിട്ട് DVD എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ISO ഇമേജ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ബ്രൗസ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വേണ്ട OS നമ്മുടെ ഹാർഡ് ഡിസ്കിൽ, നമ്മുടെ റിയൽ മെഷീൻ്റെ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന OS എവിടെയെന്ന് വെച്ചാൽ അത് OS-ൻ്റെ ഇമേജ് ഫയൽ സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് വിൻഡോസ് സെർവർ 2019 സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് മെമ്മറി 2 GB, പ്രോസസ്സറിൻ്റെ കാര്യം ഞാനിപ്പോൾ വിട്ടിരിക്കുന്നു. ഇവിടെ DVD എന്നുള്ളത് എന്താണ് സെലക്റ്റായി കിടക്കുന്നത്, ISO ഇമേജ് ഫയൽ എന്നുള്ളതാണ്. കറക്റ്റ് ഒരു ISO ഇമേജ് ഫയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് അഡാപ്റ്റർ ഓപ്ഷൻ ഞാനിപ്പോൾ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. ക്ലോസ് കൊടുക്കുന്നു. ഇനി ഫിനിഷ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് പവർ ഓൺ ദിസ് വെർച്വൽ മെഷീൻ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആദ്യമേ നിങ്ങൾക്ക് ജസ്റ്റ് വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തിട്ടും വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്ഷൻസ് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ പവർ ഓൺ ദിസ് വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു എറർ വന്നിരിക്കുകയാണ്. അതായത് ബൂട്ടായ DVD പ്രസ് എനിക്ക് E2 കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ പ്രസ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വന്നത്. അപ്പോൾ ഒന്നെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലും മതിയാവും. ഇപ്പോൾ ഇവിടെ മൗസ് പെട്ടുപോയിരിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ മൗസ് ഇതിൻ്റെ അകത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ Ctrl+Alt കീ ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെളി വരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അതായത് പവർ ഓഫ് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. പവർ ഓൺ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ പെട്ടെന്ന് പ്രസ് ചെയ്യുക.
ഇപ്പോൾ ലോഡാകുന്നുണ്ട്. അതായത് മൗസ് ഇതിൻ്റെ അകത്തുകൊണ്ട് പ്രസ് ചെയ്തിട്ട് വേണം, ക്ലിക്ക് ചെയ്തിട്ട് വേണം എൻ്റർ കീയോ അല്ലെങ്കിൽ എനിക്ക് ഈ പ്രസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ മൗസ് കുടുങ്ങി കിടക്കുകയാണ്, വെളി വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഞാൻ കുറച്ച് നേരം വീഡിയോ പോസ് ചെയ്യുകയാണ്, കാരണം സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്, സോറി. ഇനി ഇവിടെ വേണ്ടത് നമുക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വിൻഡോസ് സെർവർ 2019 സ്റ്റാൻഡേർഡ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് കോറാണ്, മീൻസ് അറ്റ് കോർ എഡിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അതിനകത്ത് ഒത്തിരി ഫീച്ചറുകളും കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച്. അതായത് മിനിമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെർച്വൽ മെഷീൻ മാത്രമേ അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഫീച്ചറുകൾ കുറവാണ്. ഇനി അതിൻ്റെ തന്നെ ഗ്രാഫിക്കലായിട്ട്, അതായത് നമ്മൾക്കിവിടെ ഈ സെർവർ ആയിട്ടിരിക്കുന്ന പോലെ ഗ്രാഫിക്കലായിട്ടുള്ളത് വേണമെങ്കിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് കൂടുതൽ ഫീച്ചറുകളുള്ളത് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡാറ്റാ സെൻറ്റർ ഇവാലുവേഷൻ എടുക്കണം. അതുപോലെ തന്നെ ഇവാലുവേഷനിൽ നമുക്ക് ഇവാലുവേഷൻ നമുക്ക് ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസും കൂടെ ഉണ്ട്. ഓക്കെ, ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് പോലെ ഗ്രാഫിക്കലായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ടാണ്, കൂടുതൽ സ്പേസ് ആവശ്യമായിട്ടുള്ള രീതിയാണ്. നമ്മൾക്ക് സെർവറിൽ ഒത്തിരി സ്പേസ് കളയേണ്ട, സെക്യൂരിറ്റി കൂടുതൽ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡേറ്റാ സെൻറ്റർ ഇവാലുവേഷൻ നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ അതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതായത് കോർന്ന് തന്നെയാണ് ഇതിന് പറയുന്നത് കേട്ടോ. അത് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഐ ആക്സെപ്റ്റ് ലൈസൻസ് ടേംസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. കസ്റ്റം ഇൻസ്റ്റാൾ കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരല്പം സമയം എടുക്കുന്നതാണ്. അതുകൊണ്ട് അതൊരു വീഡിയോ ഒന്ന് പോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ അത് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി വന്നപ്പോഴത്തേനും നമ്മൾക്ക് സാധാരണ ഗ്രാഫിക്കലി കിട്ടുന്ന പോലെ ഒരു കാര്യം അവിടെ ഇല്ല. ആ പാടെ വന്നിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. അതായത് അഡ്മിനിസ്ട്രേറ്ററാണ് യൂസർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇതാ പറഞ്ഞിരുന്നത് എന്താണ്, ദ യൂസേഴ്സ് പാസ്വേഡ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ബിഫോർ സൈനിങ് ഇൻ ചെയ്യുന്നതിന് മുമ്പ് പാസ്വേഡ്, അതായത് അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. എന്നിട്ട് അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് നമ്മൾ എന്താണ് കൊടുക്കുന്നത് വെച്ചാൽ അത് കൊടുക്കുക. ഞാനിവിടെ admin@123 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം, കോംപ്ലക്സ് ആയിരിക്കണമെന്ന് മാത്രം. ഇവിടെ ഞാൻ admin@123 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എൻ്റർ ചെയ്തു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. കയറിക്കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ആകെപ്പാടെ കമാൻഡ് പ്രോംപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്തുള്ള ഇനിഷ്യൽ കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കോൺഫിഗറേഷൻ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് നമുക്കിപ്പോൾ എടുക്കാം. ചെറിയൊരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് നമുക്കെടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ വരുന്ന കമാൻഡ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ sconfig എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം. sconfig എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഗ്രാഫിക്കലായിട്ട് ഉള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓരോരോ ഓപ്ഷനുകളെടുത്ത് നമ്മൾ ചെയ്യണം. നമ്മൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഇതിനൊരു IP അഡ്രസ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ IP അഡ്രസ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഓപ്ഷൻ നോക്കണം. എന്താണ്, നമ്പർ 8 ആണ്, നെറ്റ്വർക്ക് സെറ്റിങ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റർ ദ നമ്പർ ടു സെലക്ട് ആൻ ഓപ്ഷൻ എന്നുള്ളത്. ഞാനിവിടെ അതുകൊണ്ട് 8 പ്രസ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിന് ഈ IP അഡ്രസ്സ് നമുക്ക് കൊടുക്കണം. ഓൾറെഡി DHCP സെർവറിന് എങ്ങനെ കോൺടാക്ട് ചെയ്തൊരു IP അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് അല്ലാതൊരു IP അഡ്രസ്സ് കൊടുക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് സെലക്ട് ദ നെറ്റ്വർക്ക് അഡാപ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻഡെക്സ് ഒരു ഒറ്റ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 1 എന്ന് പറഞ്ഞ് കൊടുക്കാം. അതായത് ഈ കൊടുത്തിരിക്കുന്ന 1 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് അഡാപ്റ്ററിനാണ് നമുക്കിപ്പം IP അഡ്രസ്സ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. 1 എന്നാണ് വന്നിരിക്കുന്നത്, അത് എൻ്റർ ചെയ്യുന്നു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യം എന്ന് പറയുന്നത് സെറ്റ് ആൻഡ് നെറ്റ്വർക്ക് അഡാപ്റ്റർ അഡ്രസ്സ് എന്നാണ് കൊടുത്തത്. അതായത് IP അഡ്രസ്സ് കൊടുക്കാനാണെങ്കിൽ 1 സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. DNS സെറ്റപ്പ് ചെയ്യാനാണെങ്കിൽ 2 എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 പ്രസ് ചെയ്യുന്നു. IP അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല, സെലക്ഷൻ ഓപ്ഷൻ എന്നുള്ളത് 1 കൊടുക്കുന്നു.
ഇനി പറഞ്ഞിട്ടുണ്ട് സെലക്ട് ഡി ആണെങ്കിൽ ഡി എൻ്റർ ചെയ്യുകയാണെങ്കിൽ DHCPക്കും എസ് ആണ് സ്റ്റാറ്റിക് ആണ് ബ്ലാങ്ക് ഓക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് അതായത് ഇപ്പം ഞാൻ മാനുവലി ഒരു IP അഡ്രസ്സ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രസ് ചെയ്യുന്നു? എസ് എന്ന് പ്രസ് ചെയ്യുന്നു സ്റ്റാറ്റിക്. ഓക്കെ എന്നിട്ട് പറയുകയാണ് എന്താണ് എൻ്റർ ദ സ്റ്റാറ്റിക് IP അഡ്രസ്സ്. അതായത് നമ്മുടെ ഈ കോർ സെർവറിന് കൊടുക്കേണ്ട IP അഡ്രസ്സ് എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് കൊടുക്കേണ്ടത്? നമുക്ക് 192.168.1. ഞാനൊരു 75 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ അതായത് നമ്മളുടെ DC ആയിട്ട് കോൺടാക്റ്റിൽ വരുന്ന DC ആയിട്ട് നെറ്റ്വർക്ക് കണക്ഷനിൽ വരുന്ന ഒരു IP അഡ്രസ്സ് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. അതായത് ഞാനിവിടെ 1.75 എന്ന് പറഞ്ഞ് കൊടുത്തു. എൻ്റർ ചെയ്യുന്നു. ഓക്കെ ഇനി സബ്നെറ്റ് മാസ്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ സബ്നെറ്റ് മാസ്ക് തന്നെയാണ് ഡീഫോൾട്ടായിട്ട് വരേണ്ടതെങ്കിൽ ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി.